എൻ്റെ ദൈവത്തെ അടിച്ചു പൊളിക്കാനോ നീ ആരടാ എന്ന് ചോദിക്കും. അവൻ്റെ മനസ്സ് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ആ ചെറുതാക്കിയ വെച്ച മനസ്സിനെ വലുതാക്കി കാണിക്കാനുള്ള പരിശ്രമം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികാസത്തോട് ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ മതങ്ങളും മതത്തിൻ്റെ വൈതാളികന്മാരും ഉപയോഗിക്കുന്നത് എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റവും കൂടുതൽ മന്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും ലൈക്കും കമൻറ്റും കിട്ടുന്നത് രണ്ട് ടീമിനാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒന്ന് അശ്ലീല പോസ്റ്റുകൾ ഇടുന്നവർക്ക്, രണ്ട് മതപരമായ പോസ്റ്റുകൾ ഇടുന്നവർക്ക്. അപ്പോൾ ഇത് തമ്മിലുള്ള സമാനത നോക്കൂ. താടിക്കാരനെ ഒരു നടൻ കല്യാണം കഴിച്ചു. എനിക്ക് അയാളെ വലിയ പരിചയമില്ല. ഒരു നടിയെ പോലും കല്യാണം കഴിച്ചത്. എനിക്ക് രണ്ടാളി വലിയ പിടിയില്ല. അയാൾ താമരമാലയും പൂണൂലെല്ലാം ഇട്ടിട്ട് ആണ് കല്യാണം കഴിച്ചത്. അതിൻ്റെ ആ ഫോട്ടോൻ്റെ അടിയിൽ ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റ് കേരള സംസ്കാരത്തിൻ്റെ ഔദ്ധത്യം കലർന്ന സുന്ദരമായിരിക്കുന്ന ആ കാഴ്ചപ്പാടിനെ ഞാൻ കണ്ടു. ഇങ്ങനെയൊരു വൃത്തികെട്ട കമൻറ്റുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വൃത്തികേടാണ്. ഇവരാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ പ്രചാരകർ. രണ്ടും ഇത് പരസ്പര പൂരിതങ്ങളാണ്. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഏതെങ്കിലും ഒരു ദൈവത്തിനെതിരായിട്ട് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോസ്റ്റ് ആരും കിട്ടുമോക്കൂ, അതിന് വരുന്ന കമൻറ്റുകൾ അതിഭീകരമായ രാക്ഷസീയതയാണ്. ഇപ്പം മതത്തെ പറ്റിയിട്ട് എപ്പോഴും ആളുകൾ പറയുന്നൊരു പ്രൊമോഷൻ മതങ്ങളാണ് മനുഷ്യ സ്നേഹവും ധാർമ്മികതയും ഉണ്ടാക്കിയത് എന്നാണ്. ശരിയാണോ? മതങ്ങളുടെ പേരിലാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും കലാപങ്ങളും നടന്നത് എന്നതല്ലേ സത്യം? ഇന്ത്യ രാജ്യത്ത് ആണ് ഏറ്റവും കൂടുതൽ വിദ്വേഷത്തിൻ്റെ കലാപങ്ങൾ നടന്നത്. ഈ മരണാനന്തര ലോകത്തിൻ്റെ അജ്ഞതയിൽ മുതലെടുത്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജ്ഞാതമായ ലോകത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ ഉണ്ടാക്കിയ ഉപാധിയെയാണ് മതം എന്ന് പറയുക. വിശ്വാസവും മതവും ഒന്നായിട്ട് കാണരുത്. വിശ്വാസം ഭാരതത്തിൽ ഉണ്ടായത് സത്യാന്വേഷണത്തിൻ്റെ പുതിയ അന്വേഷണത്തിൻ്റെ ആരംഭമായിട്ടാണ് വിശ്വാസം ഉണ്ടായത്. അശ്ലീലപരമായിരിക്കുന്ന നമ്മുടെ ഭാഗ്യലക്ഷ്മി പോയി അടിച്ചൊരു വിദ്വാനില്ലേ, നമ്മുടെ സുഗതകുമാരിയെ പറ്റി മോശം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൻ്റെ ഫോളോവേഴ്സിനെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും ആളുകളാണ്. ഏത് വൃത്തികേടുകൾ പോസ്റ്റ് ഇടുന്ന അശ്ലീല ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്.